ചെറിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന വിചാരിച്ചിരുന്നു, പക്ഷെ ഇത്രത്തോളം ഒരു വൈറലാവും വിവാദങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അത് ഇഴുകി അഭിനയിക്കാതെ എന്താ ഇഴുകി അഭിനയിക്കാതെ രേണു വന്നതുകൊണ്ടും എന്റെ കൂടെ എടുക്കുന്നതുകൊണ്ടും രണ്ടുകൊണ്ടും വിവാദം ഉണ്ടാവാം. അവളെ അഗേൻസ്റ്റ് വന്ന നെഗറ്റീവ് ഓടുകൾ കൂട്ടമായി അവളെ ആക്രമിച്ചു, അവളെ അനുകൂലിക്കുന്ന പോസിറ്റീവ് ഓടുകൾ വന്ന് അവരെ ആക്രമിച്ചു. ആ രണ്ട് പ്രതി ആക്രമണത്തിന് കീഴിൽ വീഡിയോ അടിച്ചു 7 മില്യൺ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് റീൽസ് എടുത്താലും രേണു എടുക്കാം ചേട്ടാ, നമുക്ക് ഒരു സമയം കൊച്ചിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പാട്ട് സീനുള്ള സംഗതികൾ മുഴുവൻ ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. അപ്പൊ ഔട്ട് വന്ന സമയത്ത് സാധനം നല്ല രീതിയിൽ കത്തി കയറാൻ തുടങ്ങിയ വീഡിയോസ്. അപ്പൊ തന്നെ രേണുവിന്റെ നെഗറ്റീവ് ഓഡിയോകൾ അടിച്ചു കയറി ഇവിടെ വരാൻ തുടങ്ങി. ബിഗ് ബോസ് വിളിച്ചാൽ പോകും. രേണുവിന് പോകാൻ പറ്റിയ നല്ലൊരു മേഖലയാണ് ബിഗ് ബോസ്. ഈ നിളാ നമ്പ്യാരെ രേണു സുധി നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. അതിന്റെ പേരിലാണോ പുളിക്കടവിൽ ഈ ഒളിഞ്ഞു നോട്ടം? അത് ഒളിഞ്ഞു കാണുമ്പം വല്ലാത്തൊരു ഭംഗിയാ. നിളാ നമ്പ്യാരായിട്ട് വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നോ? റിഗ്രറ്റ് ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു. നിളാ നമ്പ്യാർ എന്ന വ്യക്തിക്ക് മോശമായി ഒരിക്കലും മോശം ആളൊന്നല്ല അവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ ഒരിക്കലും ഒരാളെ കുറ്റം പറയുന്നു. നിളാ നമ്പ്യാരുടെ തുടക്കകാലത്ത് ഒരു 2 റീൽസ് അവരെ കൂടെ എടുത്തു. ഞാൻ റീൽസ് മാത്രം അഭിനയിക്കുന്ന ആക്ടർ അല്ല, സിനിമയിലെ റാണി സിനിമയിൽ എനിക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ കാര്യം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ മാർക്കോന്റെ ഒരു വിവാദത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. ദാസേട്ടൻ എന്നെ പഠിപ്പിക്കൂ ഡാൻസ്, എനിക്ക് അറിയാൻ പാടില്ല. ചങ്കട് നമസ്കാരം, ദാസേട്ടനാണ്. അപ്പൊ പൊളിക്കുക പൊളിച്ചെടുക്കുക. ഇനി പ്രത്യേകിച്ച് ഒരു ഇൻട്രോയുടെ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ ദാസേട്ടാ? സുഖായിരിക്കുന്നു? സുഖായിരിക്കുന്നു. വെൽക്കം ടു മൂവി വേൾഡ്. താങ്ക് യു. വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണെന്ന് അറിയാം. അതിന്റെ ഇടയിൽ നമ്മൾ പിടിച്ചിരുത്തിയത് കേട്ടോ. KSEB-ലാണ് വർക്ക് ചെയ്യുന്നത്. അത് ദാസേട്ടന്റെ കുറെ ആൾക്കാർക്ക് ഇപ്പോഴാണ് അറിയുന്നത് ദാസേട്ടൻ വർക്കിംഗ് ആണെന്നൊക്കെ. ദാസേട്ടൻ ഇപ്പൊ എന്താ ഫീൽ ചെയ്യണേ? എന്താ പറയാ, കുറെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഹാപ്പി ആയിട്ട് പോവാണ്. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ലൈഫ് ഞാൻ പറഞ്ഞു, ഞാൻ ഹാപ്പി കൂടുതലാവാൻ ഹാപ്പി മൂഡാണ്. എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ ഒരു ചിൽഡ് മൂഡുള്ളൊരു പ്രായമുള്ള ആളെന്നല്ല. പ്രായക്കാരത്ത് പല ആൾക്കാരും പറയും, ഞാൻ മനസ്സ് ചെറുപ്പക്കാരനാണ്. മനസ്സ് ചെറുപ്പമാണ്, പ്രായം ഞാൻ പറയുന്നില്ല. ചിൽഡ് മൂഡാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ എല്ലാവർക്കും ഒരു പോസിറ്റീവ്നെസ് നമ്മളെ കൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്പ്രെഡ് ചെയ്യുക. ആ ഒരു ഉദ്ദേശശുദ്ധിയുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഹാപ്പി ആയിരിക്കുന്നത് വിഷയങ്ങളൊന്നും. ഹാപ്പി ആയിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ദാസേട്ടന്റെ ഒരു സപ്പോർട്ടർ എന്ന് പറഞ്ഞ വൈഫാണ്. ഞാൻ ദാസേട്ടനോട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ദാസേട്ടാ ചേച്ചിനെയും കൂടെ നമുക്കൊന്ന് ഇരുത്താൻ പറ്റുമെന്ന് വെച്ചാൽ നൈസായിട്ട് ചേച്ചി അങ്ങ് സ്കിപ്പ് ആയി കളഞ്ഞു. എന്ത് പറ്റും ചേച്ചി? അല്ല, അവർക്ക് സ്കൂളിന്റെ വാർഷികത്തിന് തിരക്കും കാര്യങ്ങളൊക്കെ വൈകുന്നേരം സമയത്ത് അവർക്ക് എത്താൻ കഴിയില്ല. 6-6:30 മണിക്ക്. പിന്നെ അവള് പറഞ്ഞു ആ കുഴപ്പമില്ല, ഇനി ഇന്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട് ദാസേട്ടാ, ഒക്കെ പങ്കെടുക്കുക. അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് സ്കിപ്പ് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നും പ്രശ്നമല്ല. ദാസേട്ടൻ ഇപ്പൊ കത്തിക്കേറി നിക്കാണ്. എന്താ കാര്യം ദാസേട്ടൻ അറിയാലോ? മൊത്തം എന്താ പറയാ, എന്തൊക്കെയാ ദാസേട്ട വിവാദങ്ങൾ, പ്രശ്നങ്ങൾ? ദാസേട്ടൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു വീഡിയോ അത്രയും ഉദ്ദേശിച്ചില്ല. പക്ഷെ കുറച്ച് ആൾക്കാർ മനസ്സിലാക്കും ചെറിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന വിചാരിച്ചിരുന്നു, പക്ഷെ ഇത്രത്തോളം ഒരു വൈറലാവും വിവാദങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അതിന്റെ ഒരു എന്താ പറയാ, ഒരു എയറിലാണ് ഇപ്പൊ ശരിക്കും നിൽക്കുന്നത്. അതിനൊരു കാരണം രേണുസുധിയാണ്. തീർച്ചയായും രേണുസുധി ഒരു കാരണമാണ്. രേണുസുധിക്ക് അഗേൻസ്റ്റ് വന്ന നെഗറ്റീവ് ഓഡികളൊക്കെ ഈ ഒരു സംഗതി കണ്ട സമയത്ത് ഭയങ്കര കത്തിക്കേറി കൂടുതൽ നെഗറ്റീവായിട്ട് അവരെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കരുതുന്നു. ഈ ദാസേട്ടൻ എങ്ങനെയാ രേണു ചേച്ചി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? രേണുവായിട്ട് എനിക്ക് സുധീനെ എനിക്ക് അത്ര പരിചയമില്ല. പക്ഷെ രേണു അതിന് ശേഷമാണ് സജീവമായിട്ട് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങള് ഫ്രണ്ട്സാണ്, ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഇൻസ്റ്റയിലൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അങ്ങനെ ഞങ്ങള് കണ്ടു, സംസാരിച്ചു, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് പുലർത്തുന്ന ആളാണ്. പക്ഷെ അന്ന് ഷൂട്ടിന് അന്നാണ് ഞാൻ രേണു ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം രേണു പിന്നെ ഫോൺ സംസാരിച്ചിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്, അവിടുത്തെ വിശേഷങ്ങൾ അറിയാറുണ്ട്, വീട് വെച്ചു കൊടുത്ത കാര്യം എന്നെ ക്ഷണിച്ചിരുന്നു. എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. അന്ന് ഹൗസ് വാമിംഗ് സമയത്ത് എന്നെ ക്ഷണിച്ചിരുന്നു, അങ്ങനെ പോകാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ നല്ലൊരു സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് രേണു. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്, വൈറൽ വീഡിയോ എടുക്കുന്നത്. അതെ. ഇത് എങ്ങനെയാ നിങ്ങൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്? അതായത് രേണു സെൽഫി മൂഡിൽ വീഡിയോസ് എടുക്കുന്ന കാണുന്നുണ്ട് കുറെ ഇങ്ങനെ വെച്ചിട്ട്. അപ്പം ഞാൻ രേണു ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്ന നമുക്ക് വീഡിയോഗ്രാഫർമാരൊക്കെ കോൺടാക്ട് ചെയ്ത് നല്ല വീഡിയോസ് ഒക്കെ എടുത്തു രേണു. അപ്പൊ ചേട്ടാ എനിക്ക് ഇങ്ങനെ എടുക്കാൻ അറിയുള്ളൂ. ഞാൻ അതെന്താ നല്ല റീൽസ് ഒക്കെ എടുക്കൂ, ഏതായാലും നമ്മൾ എന്താ പറയാ ഹാപ്പി ആയിരിക്കുന്നതാണ് എല്ലാവരും കാണുന്നത്. നീ ഹാപ്പി ആയിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം, എന്നെ പോലത്തെ ആൾക്കാർക്ക് നീ ഹാപ്പി ആയിരിക്കുന്ന ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് റീൽസ് എടുത്താലും രേണു എടുക്കാം ചേട്ടാ, നമുക്ക് ഒരു സമയം കൊച്ചിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഡിബിൻ രമണൻ,
ക്യാമറാമാൻ എൻ്റെ ഫ്രണ്ടാണ്. അവൻ നല്ല അടിപൊളിയായിട്ട് അവൻ്റെ ഔട്ട് സൂപ്പറാണ്. അപ്പോൾ അവനെ കോൺടാക്ട് ചെയ്ത് അപ്പോൾ അവന് സന്തോഷമായി രേണു വരുന്ന സമയത്ത് രേണു നമുക്ക് എടുക്കാം. അങ്ങനെ ഞാനും രേണു ഇവനും കൂടി ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു. ഇങ്ങനെ വൈപ്പിൻ ബീച്ചിൽ വെച്ച് ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓഫീസിലേക്ക് രാവിലെ വരുന്ന സമയത്ത് FM-ൽ ഈ പാട്ട് കേട്ടു, ചാന്തുപൊട്ടുള്ള പാട്ട് ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് ഒരു മനസ്സ് ഭയങ്കര സ്ട്രൈക്ക് ചെയ്താ, ഇത് നല്ല അടിപൊളി സോങ് ആണല്ലോ, ആരും ചെയ്യാത്ത ഒരു സോങ് ആണ്, സോഷ്യൽ മീഡിയയിൽ ആരും ചെയ്ത് കാണാറില്ല. അപ്പൊ ഇതെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത പാട്ട്. ആ ഒരു ദിലീപേട്ടനും ഗോപികേനും കൂടി ഉള്ള ആ സീനൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു നോക്കുമ്പോൾ നല്ല അടിപൊളി. എന്താ വെച്ചാല് ആ ഒരു സിറ്റുവേഷന് പറ്റിയ അടിപൊളി അല്ലെ. ദിലീപേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു യഥാർത്ഥ സ്ത്രൈണഭാവമല്ല, ശരിക്കും ഒരു ആൺകുട്ടീന്റെ പ്രകൃതം തന്നെയാണെന്ന് തെളിയിക്കാൻ പറ്റിയ ഒരു സോങ് ആണത്. ആ സോങ്ങിന് ശേഷമാണ് ആ സിനിമയുടെ ഒരു ചേഞ്ച് വരുന്നത്. അപ്പൊ എനിക്ക് ഈ സോങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗോപികേന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ രേണു ചെയ്താൽ നന്നായിരിക്കും എനിക്ക് തോന്നി. അപ്പൊ ഈ രേണുവിന് സജസ്റ്റ് ചെയ്ത് ചെയ്താണെന്ന് ആ ചെയ്യാൻ ചേട്ടാ അതിന് കുഴപ്പമൊന്നുമില്ല, ക്യാമറമാൻ ഓക്കെ. അങ്ങനെ ഞാനാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്, ഞാനാണ്, അവർക്ക് രണ്ടുപേർക്കും ഓക്കെ, അങ്ങനെയാണ് തീരുമാനിച്ച് ചെയ്തതാണ്. അതിനകത്ത് എന്തെങ്കിലും വേഷങ്ങൾ മാറണം എന്നുള്ള രീതിയിലേക്ക് എന്തെങ്കിലും തോട്ട് പോയിട്ടുണ്ട്? കാരണം ചാന്തുവട്ടം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ദിലീപേട്ടൻ ഒരു സ്ത്രൈണത ഉള്ള ഒരു കഥാപാത്രമായിരുന്നു. ദാസേട്ടന് ആ ഒരു ഗെറ്റപ്പിലല്ല വരുന്നതൊന്നും. ഒരു എന്താ പറയുക, ദാസേട്ടനായിട്ട് തന്നെ നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയായിരുന്നു ചേഞ്ചും കാര്യങ്ങളും? അത് സിനിമയുടെ പോലെ ഒരു ഫീൽ പിടിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. നാളെ ചാന്തുപൊട്ട് ദാസേട്ടൻ ആൾക്കാർ എന്തിനാ, അതുകൊണ്ട് ഞാൻ നല്ല അല്ല, അതുകൊണ്ടല്ല, എനിക്ക് അങ്ങനെ ഞാനൊരു ഹീറോയിസ് അല്ല, ഒരു വില്ലൻ വേഷങ്ങൾ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് സിനിമയിൽ. അങ്ങനെ ഒരു മനസ്സിൽ ആ ഇത് സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ ആവാൻ കഴിയില്ല. എനിക്ക് ആവാൻ കഴിയില്ല കേട്ടോ, അവരെ കുറ്റം പറയില്ല, എനിക്ക് അവനെ ഒരിക്കലും കഴിയില്ല. പിന്നെ അത് ഫ്ലോപ്പ് ആയി പോകും. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ ദാസേട്ടൻ കോഴിക്കോട് എന്താണോ അതവിടെ ഒരു ജുബ്ബ ഇട്ടു, ഒരു മുണ്ടെടുത്തു. രേണു എനിക്ക് തോന്നുന്നു ഗോപികയുടെ സെയിം കോസ്റ്റ്യൂം ആയിരുന്നു ഇട്ടത്. അവളാണ് ഓക്കെ എന്ന് പറഞ്ഞു, മുടിയെ കെട്ടി ഓക്കെ. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഈ പാട്ട് സീനുള്ള സംഗതിയുടെ മുഴുവൻ ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. അല്ല, സംഗതിന് മുഴുവൻ ഷൂട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് അല്ലേ. നോർമൽ കാര്യങ്ങൾ ചെയ്തു, ഒന്ന് രണ്ട്. പക്ഷേ നോർമൽ കാര്യങ്ങളായിട്ടല്ല ബാക്കിയുള്ളവർ എടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയാം ദാസേട്ടൻ എന്തുകൊണ്ടാണ് അവരങ്ങനെ എടുത്തെന്നുള്ളത്. ദാസേട്ടൻ എന്താ ഫീൽ ചെയ്യണത്? രേണു ചേച്ചി ആയതുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർ ഭയങ്കരമായിട്ട് അതിനെ വലിച്ചു കീറിയതെന്ന് തോന്നുന്നുണ്ടോ? 100%. എന്താ കാരണം വെച്ചാൽ രേണു എന്റെ കൂടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വിവാദം പ്രതീക്ഷിച്ചതാ. ഞാൻ പറഞ്ഞല്ലോ, എത്രമാത്രം പ്രതീക്ഷിച്ചിട്ടില്ല. എന്താ വെച്ചാല് ഒരാളെ കൂടെ പുറമെ ഒരാളെ കൂടെ വീഡിയോ എടുക്കുക ആദ്യമായിട്ട്, അവരുടെ അക്കൗണ്ടിൽ ഒരു വീഡിയോസ് പോലും ഒരാളെ കൂടെ ഇല്ല. പ്രത്യേകിച്ച് എന്റെ കൂടെ എടുക്കുമ്പോൾ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാവും. രേണു വന്നതുകൊണ്ടും എന്റെ കൂടെ എടുക്കുന്നതുകൊണ്ടും രണ്ടുകൊണ്ടും വിവാദം ഉണ്ടാവാം. എന്നെ സംബന്ധിച്ച് ഞാനൊന്നൊരു ഇന്റർവ്യൂവിന് പറഞ്ഞതാ, ലാലേട്ടൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിക്കുന്ന ലാലേട്ടൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റീൽസിൽ ലേഡീസിനോട് ചെയ്ത ആളാവാൻ എന്നെ പറ്റി ആൾക്കാർ പറയുന്നത്. അതിനെ പറ്റി ഇതിനു മുമ്പ് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞതാ. രേണുവിനെ പോലത്തെ ഒരു സെലിബ്രിറ്റി എന്റെ കൂടെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് അതിന് കുറച്ചും കൂടി ഒരു വിവാദം ഉണ്ടാവും എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഔട്ട് വന്ന സമയത്ത് സാധനം നല്ല രീതിയിൽ കത്തി കയറാൻ തുടങ്ങിയ വീഡിയോസ്. അപ്പൊ തന്നെ രേണുവിന്റെ നെഗറ്റീവ് ഓഡിയോകൾ അടിച്ചു കയറി ഇവിടെ വരാൻ തുടങ്ങി. അപ്പൊ കണ്ടമാനം എന്തൊക്കെയോ മെസ്സേജുകൾ ആ കുട്ടിക്കെതിരെ എടുക്കും. ഞാൻ ഇത്ര സുധിയേട്ടന്റെ മണമുള്ള സ്പ്രേ ഉണ്ട്, ഒരാളെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്ന ഒരു മാക്സിമൈസ് ഉണ്ട്, മനസ്സിലായി. എന്നിട്ട് അവള് തളർന്നില്ല. അവള് നല്ല കറക്റ്റ് മറുപടി, ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ മറുപടി നെഗറ്റീവിന് മറുപടി കൊടുക്കാത്ത ഒരാളെ ഞാൻ. പക്ഷെ അവള് കറക്റ്റ് മറുപടി കൊടുക്കുന്നുണ്ട്. അത് അവളുടെ പ്രകൃതം, എന്റെ പ്രകൃതം അങ്ങനെയല്ല, ഞാൻ മറുപടി അങ്ങനെ കൊടുക്കാറില്ല. അപ്പം എന്നെ തോന്നുന്നു അവളെ അഗേൻസ്റ്റ് വന്ന് നെഗറ്റീവ് ഓഡിയോയിൽ കൂട്ടമായി അവളെ ആക്രമിച്ചു. അവളെ അനുകൂലിക്കുന്ന പോസിറ്റീവ് ഓഡിയോയിൽ വന്ന് അവരെ ആക്രമിച്ചു. ആ രണ്ട് പ്രതി ആക്രമണത്തിന് കീഴിൽ വീഡിയോ അടിച്ചു കയറി 7 മില്യൺ. അതാണ് സത്യം. ഈ ഒരു സന്ദേശ സിനിമയിൽ പറയില്ലേ, വിഘടനവാദികളും പരക്രിയവാദികളും കൂടി ചേരുമ്പോൾ അതേപോലെ തന്നെ 2 ആംഗിളിൽ നിന്ന് 2 ആൾ ആക്രമിച്ചു. ഞങ്ങൾ 2 പേരെ വീഡിയോ കയറി. അതാണ് യഥാർത്ഥ സംഭവം. ഇപ്പൊ ചേച്ചിയാണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്, വളരെ ബോൾഡ് ആയിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആൾക്കാർ എന്ത് പറഞ്ഞാലും ചേച്ചി അത് മൈൻഡ് ചെയ്തിട്ട് പോകുന്നില്ല എന്നുള്ള ഉള്ളില് വിഷമം ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്താ പറയാ, ഉള്ളിൽ വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചു ഉള്ളിൽ എങ്ങനെ അങ്ങനെ ഒരു ക്യാരക്ടറാന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ നമ്മുടെ മൂവി വേൾഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിന്റെ ഒരു ഹൈലൈറ്റ് ഞാൻ കാണിച്ചു തരാം ചേട്ടന്. നമ്മൾ ഇരിക്കുമ്പോ നമ്മുടെ പാർട്ട്ണറെ പോകരുത്, ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയാണ് അവസ്ഥ. ഭയങ്കര സിമ്പിളായിരുന്നു. പുള്ളി ആരും മൈൻഡ് ചെയ്തില്ല. പുള്ളി അങ്ങോട്ട് പറയും അപ്പച്ച അമ്മച്ചി എന്ന് പറഞ്ഞ് ഓടിച്ചിട്ട് മക്കളെ എന്ന് പറഞ്ഞ് എന്ന് വിളിക്കുക, അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതി. അതെല്ലാവരും പറയായിരുന്നു കേട്ടോ. ചാർമാജിക്കിന്റെ ഷൂട്ടിന് നമ്മളെ വിളിച്ചപ്പോൾ അവിടെ ചെന്നപ്പം അന്ന് സൂചിച്ചേട്ടൻ ലാസ്റ്റ് പോകുന്നേരത്ത് കാറെ കയറിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പുറകെ ടിഷ്യൂ കൊടുക്കാൻ. എന്താണ് മക്കളെ മേക്കപ്പ് ഇവിടെ ഇരുന്നോട്ട് അഴിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ചിന്ത വരെ അങ്ങനെ ചെയ്തില്ല. കാരണം ഷൂട്ട് കഴിഞ്ഞാൽ പുള്ളി വൈകിട്ട് മുഖം തുടച്ചിട്ടേ കയറത്തുള്ളൂ.
അന്ന് പുള്ളി അങ്ങനെ ചെയ്തില്ല. ആ മേക്കപ്പോട് കൂടിയാണ് ആൾ അവസാനം പോകുന്നത്. ഭർത്താവില്ലാതെ പോകുന്ന ഒരാൾ ഒരുങ്ങി നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാബുമായിട്ടുള്ള കാര്യമായിട്ടാണ് ആളുകൾ ഈ മനസ്സിലാക്കുന്നത്. ഒരുങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പിച്ചക്കാരിയായിട്ട് പോകണം എവിടെയെങ്കിലും പോകുമ്പോൾ. മറ്റുള്ളവർ ഓടിക്കത്തില്ല കുളിക്കാനും നനയ്ക്കാൻ നടന്ന. എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ്സ് ആണ്. ഞാൻ യൂട്യൂബിലെ മറ്റ് ഫേസ്ബുക്കിലെ ഒന്നും ഞാൻ നോക്കത്തില്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്, സുധിച്ചേട്ടന്റെ പേര് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് വൃത്തികെട്ട ഒരു വാക്ക് വെച്ചിട്ട് അവൻ സംസാരിച്ചത്. നീ ആരാണെങ്കിലും നിയമപരമായിട്ട് തന്നെ ഇതിനുള്ള ഉത്തരം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കുറച്ച് മുമ്പ് സോറി ചേച്ചി എന്നാൽ ഡിലീറ്റ് ആയിരുന്നു. വൃത്തികെട്ട വാക്കുകൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ സുധിച്ചേട്ടനെ എന്നെ വെച്ചിട്ട് വെറും വൃത്തികേടാണ് അവൻ പറഞ്ഞത്. ഞാൻ ഇതിനകത്തൊന്നും ഉത്തരം പറഞ്ഞു. നീ നിയമത്തിന് മുന്നിൽ വന്ന് നീ ഇതിന് ഉത്തരം പറയണമെന്ന് പറഞ്ഞു. രണ്ട് ചിന്താഗതിക്കാരാ. നീ വേണേ കെട്ട്, നീ എന്തിനാ ആവശ്യമില്ലാതെ പറയുന്നത്. ചിലവർ പറയും വേണ്ട ഇങ്ങനെ തന്നെ മതി, മോളെ അങ്ങനെയൊന്നും പറയല്ലേ, കെട്ടത്തിലൊന്നും പറയല്ലേ. ഞാനൊന്നും വേണ്ടി എലിക്കോട്ട് പറയാം. രേണു എന്ത് പറഞ്ഞാലും അവിടെ വിവാദമാണ്. ഇപ്പൊ ചേച്ചി പറയുന്നുണ്ട് അതിനകത്ത് ഇപ്പൊ പിച്ചക്കാരിനെ പോലെ നടക്കണോ എന്നുള്ളത്. അതായത് ഒരുങ്ങി നടന്നാലും വരെ പ്രശ്നമാണ്. ആ ഒരു സീനില്, ആ ഒരു റീലില് ഒരു പാവാടയും ഒരു ബ്ലൗസ് ഇട്ടിട്ട് ഗോപികയുടെ ആ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നപ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായി. ദാസേട്ടനായിട്ട് കുറച്ച് ഇഴുകി അഭിനയിക്കുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു സമയം വിട്ടെ. നമ്മള് എത്രയോ സിനിമാ നടന്മാര് തന്മാത്ര സിനിമയിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്ക് അഭിനയിച്ചിട്ടുണ്ട് മുമ്പ് സിനിമകളിൽ ഇല്ലേ. അതിലൊക്കെ ഇഴുകി അഭിനയിക്കുന്ന സാഹചര്യങ്ങളിൽ ഇഴുകി അഭിനയിക്കണം. അതാ അതിന്റെ പ്രത്യേകതയാണ്. മനസ്സിലായില്ല? ആ പാട്ട്, ഞങ്ങൾ ആ പാട്ട് ചെയ്യുമ്പം നമ്മളെ ലേണ് ആ സൈഡിലും ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തലയാട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതിന് ആ പാട്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ കഥാപാത്രത്തിന് വേണ്ടി ചെയ്ത കാര്യം അവിടെ ചെയ്തിട്ട് അത്രയും 100% ഒരു ഇഴുകിയ അഭിനയം അതിലില്ല. ഇത് ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് അറിയാം. ഇത് അഭിനയിക്കുമ്പോ ഇപ്പൊ രേണു ചേച്ചി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഭിനയമാവുമ്പോ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആളുകൾക്ക് അറിയാം. എന്താ അഭിനയമാവുമ്പോ ഇങ്ങനെയൊക്കെ അഭിനയിക്കേണ്ട വരും, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വരും എന്നുള്ളത്. പക്ഷെ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു സുധിച്ചേട്ടന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് രേണു ചേച്ചിനെ എല്ലാവരും അറിയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആ ഒരു പേരില് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നടക്കണം. എനിക്ക് തോന്നുന്നു വെള്ള സാരിയെ കൊടുത്ത് നടക്കുന്നതായിരിക്കാം ആൾക്കാർക്ക് ഇഷ്ടം എന്ന് തോന്നുന്നു. ചേട്ടൻ ഈ പറഞ്ഞ ആൾക്കാർ രേണു പറഞ്ഞെടുത്തുന്ന തുടങ്ങാം. ഈ പറഞ്ഞ ആൾക്കാർ രേണുവിന്റെ കുടുംബത്തിൽ അരി വാങ്ങി കൊടുക്കുന്നില്ലല്ലോ, രേണുവിന് പൈസ കൊടുക്കുന്നില്ലല്ലോ. നീ വീട്ടിലിരുന്നാൽ മതി കൊച്ചെ, ഞങ്ങൾ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാമ്പത്തികം ഞങ്ങൾ ചെയ്യാൻ ആരും പറയുന്നില്ലല്ലോ. പിന്നെ എന്തിന് നെഗറ്റീവ് ഓളുകൾ കുറയ്ക്കട്ടെ ചിത്ര. കുറച്ച് കഴിഞ്ഞാലേ മുന്നോട്ട് കുറച്ചു നേരം കഴിയുമ്പോ നിന്നോളൂ. പിന്നെ ദാസേട്ടൻ അറിയുന്നുണ്ടോന്ന് അറിയില്ല, വിവാദങ്ങളിൽ പെടുന്ന നായികമാരെ മാത്രം പിക്ക് ചെയ്ത് ദാസേട്ടൻ എടുക്കുന്നു റീല് ചെയ്യാൻ എന്നുള്ളതാണ് കുറച്ച് പേര് പറയുന്നത്. ഞാൻ പറഞ്ഞ കുറച്ച് പേര് പറയുന്നു എന്നാട്ടോ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. ഓക്കെ, അതും ആ ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലാണ് കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിലും 1-2 സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ പിക്ക് ചെയ്തെടുക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് അങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുകയാണ്? എങ്ങനെ ഇതൊക്കെ പ്ലാൻ ചെയ്തെടുക്കുന്നത്? ചേച്ചിയാണോ പിക്ക് ചെയ്യുന്നത്? ചേച്ചിയൊക്കെ അത് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി. അല്ലെ നിലാ നമ്പ്യാരെ കൂടെ ആദ്യം എടുത്തത് പറഞ്ഞത്. നിലാ നമ്പ്യാർ എന്ന വ്യക്തി തുടങ്ങിയ സമയത്ത് അതുവരെ ബന്ധപ്പെട്ട് റീൽ എടുക്കാൻ എന്നെ വിളിച്ചു. നിലാ നമ്പ്യാരെ വിളിച്ച് ക്യാമറമാൻ വിളിച്ചു. ഡിബിൻ ഡേമണ്ടാണ് ഞങ്ങളെ റീൽസ് എടുത്ത് അതേ സെയിം ആളാണ് ഡിബിൻ ഡേമൺ. അയാൾക്ക് മുമ്പ് കല്യാണ പരിപാടിക്ക് ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നു. അപ്പൊ എന്നോട് ദാസേട്ടൻ ഇങ്ങനെ ഒരു സാധനം എടുക്കാണ്ട് നിലാ നമ്പ്യാർ, ഞാൻ നിലാ നമ്പ്യാരെ വീഡിയോസ് കണ്ടിരുന്നു. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിലാ നമ്പ്യാർ ഇടുന്ന വീഡിയോസ് കണ്ടിരുന്നു. അങ്ങനെ അവിടെ പോയി അവരെ കൂടെ നടന്നു പോയി ജസ്റ്റ് കൈ പിടിച്ച് നടക്കുക, അവരെ സഞ്ചി കൈ പിടിക്കുക, താടി ഈ സാധനം മാത്രമേ എടുത്തുള്ളൂ. ഞാൻ എടുത്ത വീഡിയോ ഞാൻ എന്തെങ്കിലും വൾഗാരിറ്റി മോശമായി ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. അങ്ങനെ റീൽസ് എടുത്തു പോകുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് പുറത്തിറങ്ങിയ സമയത്ത് ഇപ്പോഴുള്ള അവസ്ഥയല്ല അന്ന് കുറെ ആൾക്കാർ ഇവരെ പറ്റി കൂടുതൽ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. അതൊരു സത്യമായ അവസ്ഥയാണ്. പല ആൾക്കാരും ഞാൻ പറയുമ്പോൾ വിചാരിക്കും അവൻ വെറുതെ പക്ഷെ ഒരിക്കലും വെറുതെ പറയുന്നില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സംഗതി നിലാ നമ്പ്യാരുടെ തുടക്കകാലത്ത് ഒരു 2 റീൽസ് അവരെ കൂടെ എടുത്തിട്ടുണ്ട്. ഒന്ന് എന്റെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്, ഒന്ന് അവരുടെ അക്കൗണ്ടിലുള്ളത്. ആ അക്കൗണ്ട് ഇപ്പൊ കാണുന്നില്ല, എന്താ എനിക്കറിയില്ല. അത് നിലാ നമ്പ്യാർ ആദ്യം, രണ്ടാമത് ഒന്നാള്, മൂന്നാമത് ഒന്നും ഒരിക്കലും പ്ലാൻ ചെയ്ത് ചെയ്യുന്നതേ അല്ല. ഞാൻ ചെയ്യുന്ന വീഡിയോസ് റൊമാൻസ് ചെയ്യാറുണ്ട്, ആക്ഷൻ ചെയ്യാറുണ്ട്, ഫാമിലി ടൈപ്പ് ചെയ്യാറുണ്ട്. റൊമാൻസ് ചെയ്യുന്ന സമയത്ത് ഒരു ലേഡീസ് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആക്ടിങ് എങ്ങനെ, അവരുടെ എക്സ്പ്രഷൻ എങ്ങനെ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഫോളോവേഴ്സ് നോക്കാറില്ല, വേറെ ഒന്നും ഞാൻ നോക്കാറില്ല. അങ്ങനെ സാഹചര്യവശാൽ നിലാ നമ്പ്യാരോട് ആദ്യം നിലാ നമ്പ്യാർക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ ആൾക്കാർ. അങ്ങനെ ഇപ്പൊ രേണു സുധി ലാസ്റ്റ്. അത് ഒരിക്കലും ഈ നിലാ നമ്പ്യാരെ രേണു സുധി നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല.
അത് ഒരിക്കലും ചെയ്യാൻ അത് ചെയ്യുന്നതാണ് തെറ്റ്. അത് ആരൊക്കെയാ ചെയ്യുന്നത് എനിക്കറിയില്ല. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ നിള നമ്പീരായിട്ട് വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നോ? റിഗ്രറ്റ് ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ആലോചിക്കുന്ന സമയത്ത് ചെയ്തതിലല്ല യാതൊരു വൾഗാരിറ്റി. പിന്നെ ഞാൻ എന്ത് റിഗ്രറ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ എത്ര ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ആരും പേരൊന്നും പറയുന്നില്ല. അപ്പൊ ഞാനൊരു ആളെ കൂടെ നില എന്ന വ്യക്തിക്ക് മോശമായി ഒരിക്കലും മോശം ആളൊന്നല്ല അവരെ ജീവിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നു. അതെന്തായിക്കോട്ടെ, അവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ ഒരിക്കലും ഒരാളെ കുറ്റം പറയരുത്. പക്ഷെ അവരെ കൂടെ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ട് എനിക്കിപ്പോ പാശ്ചാത്താപം ഒന്നുമില്ല. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്നു, ഇച്ചിരി തോന്നിയിരുന്നു സത്യമാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് യാതൊരു പാശ്ചാത്താപം ഇല്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ ചെയ്ത വീഡിയോ അടിപൊളി വീഡിയോ, അതിലൊരു വൾഗാരിറ്റി ഇല്ല, ഒരിക്കലും ഇല്ല. ചേച്ചി പറയാറുണ്ടോ എന്തെങ്കിലും വീഡിയോ ദാസേട്ടാ അങ്ങനെ ചെയ്യണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാലോ, അവക്കറിയാം ആരോ ആക്ടർ എന്ന് പറയാം. ഞാൻ റീൽസ് മാത്രം അഭിനയിക്കുന്ന ഒരു ആക്ടർ അല്ല. സിനിമയിലെ റാണി സിനിമയിൽ എനിക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. കുണ്ടന്നൂർ അല്ല, അതിനുശേഷമുള്ള നമ്മളെ തങ്കമണി സിനിമ, അവരൊക്കെ വൈഫായിട്ടും അതുപോലെ തന്നെ അമ്മയായിട്ടും ധാരാളം സ്ത്രീകളോട് അഭിനയിച്ചിട്ടുണ്ട്. അവരോട് അഭിനയിച്ചിട്ടുണ്ട്. റാണി സിനിമ എനിക്ക് തോന്നുന്നു എന്റെ വൈഫായി ക്യാരക്ടർ ചെയ്ത ആള് അതിന്റെ വില്ലനെ കൊല്ലുന്ന സീനാണ്. അപ്പൊ ഓടി വന്ന് ഹഗ് ചെയ്യുന്നുണ്ട് ആ സീനിൽ എന്റെ വൈഫായി അഭിനയിച്ച ആളെ. ആ സമയത്ത് നമ്മളെ കഥാപാത്രമാണ്, നമ്മുടെ ആക്ടിങ് ചെയ്യാണ്. സിനിമയില് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ക്രിറ്റിസിസം കുറവാണ്, വളരെ കുറവാണ്. ഇപ്പം റീൽസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ആളുകൾ അങ്ങ് റീൽസ് നോക്കുമ്പോൾ ആൾക്കാർ ചെയ്തവന്റെ അക്കൗണ്ട് എടുത്ത് നോക്കും, ഫീമെയിൽ അക്കൗണ്ട് നോക്കും, മെയിൽ അക്കൗണ്ട്, ഇതെന്താ അവര് തമ്മിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിൽ കുറെ ആൾക്കാർ നെഗറ്റീവുകൾ ധാരാളം ഉണ്ട്. കാര്യത്തിൽ അവർ കുരയ്ക്കും ചിത്രമാണ്. ആ കുരയ്ക്കുമ്പം നമ്മൾ പിറകോട്ട് പോയാൽ ഒരിക്കലും നമുക്ക് എവിടെ എത്താൻ കഴിയില്ല. അതെ, ദാസേട്ടനെ അത് സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. തീർച്ചയായും ആദ്യത്തെ വീഡിയോസ് മുതൽ ദാസേട്ടനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വീഡിയോസിന്റെ ദാസേട്ടന് ഭയങ്കര ചേഞ്ചാണ്. ഭയങ്കര ചേഞ്ച് എന്ന് നമ്മൾ വിചാരിക്കാത്തത്ര ചേഞ്ചാണ്. ദാസേട്ടൻ എങ്ങനെയാ ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുത്തത്? എങ്ങനെയാ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സീനിയറായ റീൽസോളി എന്ന് പറയാം. ഞാൻ എന്നെ തന്നെ പ്രശംസിക്കാൻ ഒരിക്കലും തോന്നരുത്. ഞാൻ ടിക്ടോക്ക് മുതലേ എനിക്ക് തോന്നുന്നു എന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാം അറൌണ്ട് ഒരു 3000 ചില്ലാനം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയില് മാത്രം, ഫേസ്ബുക്കിലും വേറെ ചെയ്തിട്ടുണ്ട്. ടിക്ടോക്ക് ഇപ്പൊ കാണുന്നില്ല, അക്കൗണ്ട് നോക്കിയാലും കാണാം ധാരാളം വീഡിയോ. ഞാൻ പാലാ സജീറിനൊക്കെ തുടക്കകാലത്ത് വന്ന, അതിനുശേഷം കുറെ പിള്ളേർ സജിയേട്ടൻ എനിക്ക് തോന്നുന്നത് ബിസിനസ്സും കാര്യങ്ങളെ നടക്കുകയാണ്. ഞാൻ കോൺടാക്ട് ചെയ്ത് കുറെ ആയി. അന്ന് മുതലേ വീഡിയോസ് ചെയ്യുന്ന ആളാണ് ഞാൻ. വീഡിയോസ് ചെയ്യുന്നത് അനദർ മണി ഉണ്ടാക്കാനേ അല്ല. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ഉദ്യോഗസ്ഥനാണ്. എന്റെ ടൈം പാസ് സമയത്ത് ചെയ്യുന്ന സംഗതികൾ മാത്രം. അത് കുറച്ച് ആൾക്കാർ ഏറ്റെടുത്ത് വൈറലാക്കി, കുറച്ച് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഒരു സംഭവിച്ചു പോയ കാര്യങ്ങളാണ്, നമ്മൾ വിചാരിച്ചു വന്ന ഒരാളല്ല. അപ്പം ഇൻസ്റ്റാഗ്രാം എന്ന് റീൽസ് എടുത്തു, അത് വരെ ഞാൻ റീൽസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എന്റെ മെയിൻ ലക്ഷ്യം റീൽസ് എടുക്കുക മാത്രമല്ല, സിനിമയാണ്. ഇപ്പൊ 6 സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇനി 1-2 വന്ന് നിൽക്കുന്നുണ്ട്. പറയാറായോ? അല്ല, അത് പറയാനായിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനും രേണുവും കൂടി ഒരു സിനിമ ഉണ്ടാവും, ഉണ്ടായിക്കൂടാ ഇല്ല. അത് വന്നുകൂടാ ഇല്ല, വരട്ടെ, ഞങ്ങളങ്ങനെ കേറി പോട്ടെ. ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു ദാസേട്ടൻ ബിഗ് ബോസിൽ പോകാൻ പോകുന്നുണ്ട്, രേണു ചേച്ചി ബിഗ് ബോസിൽ പോകാൻ പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ എവിടെന്നോ ആളുകൾ ഇങ്ങനെ പറയുമല്ലോ. വിവാദങ്ങള് ഏതെങ്കിലും ആൾക്കാരെ മേലെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ആൾക്കാർ പറയുന്നത് അത് ബിഗ് ബോസിലേക്ക് കയറുകയാണ്. ബിഗ് ബോസ് വിളിച്ചാൽ ഞാൻ പോകും. ഞാൻ വിളിച്ചപ്പോ രേണു വിളിച്ചാൽ പോകുന്നുള്ള എനിക്കറിയാം. രേണു വിളിച്ചാൽ പോകുമായിരിക്കും, ഞാൻ വിളിച്ചാൽ എന്തായാലും പോകും. രേണു ചേച്ചിക്ക് അവിടെ എന്താ പറയാ പിടിച്ച് നിൽക്കാൻ പറ്റും. തീർച്ചയായും രേണുവിന്റെ ക്യാരക്ടർ വെച്ചിട്ട് പിടിച്ചു വെക്കാൻ പറ്റും. രേണു പതറൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും നിന്നിട്ട് പതറിയിട്ടില്ല. രേണു പതറൂല. രേണുവിന് പോകാൻ പറ്റിയ നല്ലൊരു മേഖലയാണ് ബിഗ് ബോസ്. അവര് പോവാന്ന് എനിക്കറിയില്ല, മറ്റൊരു മേഖലയാണ് രേണു. എന്തായാലും എനിക്കും പറ്റിയ മേഖല തന്നെയാണ്. എന്താ ഇത്രയും സ്ട്രഗിൾ വന്നിട്ടും നിക്കുന്നില്ലേ. ദാസേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ രേണു ചേച്ചിയുടെ സ്ഥാനത്ത് ദാസേട്ടനായിരുന്നെങ്കിൽ ഇത്രയും പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പിടിച്ചു? ഉറപ്പായിട്ടും 100%. എനിക്ക് എന്താ രേണു എന്നുള്ള കാര്യം മാറ്റി വെക്കുക. ഇതിനു മുമ്പ് വന്ന നമ്മളെ വഴികളിലൊക്കെ കുറെ നെഗറ്റീവ് കമന്റ് കേട്ട ഒരാളാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായി ചാടിക്കളിക്കുന്ന കുരങ്ങെന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട് ധാരാളം. പക്ഷെ അതൊന്നും ഞാൻ മറുപടി ഒരിക്കലും പറയില്ല. എന്നുവെച്ചാൽ മറുപടി പറയാന്ന് പറഞ്ഞാൽ നമ്മള് മറുപടി പറയേണ്ട ആവശ്യം എന്താ ഇത്ര, മനസ്സിലായില്ലേ? അപ്പം എനിക്ക് പിടിച്ചേക്കാൻ കഴിയും. അന്നേരം എങ്ങനെ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഓവർകം, ഈ ആ ഒരു വിഷമമൊക്കെ ഓവർകം ചെയ്തിട്ട് വന്നിട്ട് എങ്ങനെയായിരുന്നു ആ ഒരു? അതായത് ഞാൻ റീൽസ് അല്ല, അന്ന് വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്റെ ഫാമിലി അതുപോലെ നാട്ടുകാരെടുത്ത് വരെ നമുക്ക് ഒരു മോശം കിട്ടും. ഒരു സദസ്സിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സദസ്സ് നല്ല കുളൂസായി ഇൻസൈഡൊക്കെ കുളൂസായി കൊണ്ടൊക്കെ ചെയ്യുമ്പം ഇത് മറ്റേ ചെങ്ങായില്ലേ, എത്രയോ
കോഴിക്കോട് FM സ്ട്രീറ്റിൽ കൂടെ ഞാൻ നടക്കുന്ന സമയത്ത്, മിഠായി തെരുവ് നടക്കുന്ന സമയത്ത് ആലോചിക്കും, ഇത് ആ ചെങ്ങായില്ലേ, ആ ഒരു കളിയാക്കലുകൾ ഇന്ന് നമ്മൾ അതിജീവിച്ച് വന്ന ഒരാളാണ്. എന്നുവെച്ചാൽ അത് നമുക്കൊരു പ്രോത്സാഹനമാണ് ആ കളിയാക്കൽ. ഇന്നും കളിയാക്കുന്നില്ല എന്ന് പറയുന്നില്ല. ആ കളിയാക്കലിന്റെ പകരം ഞാൻ അന്ന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ എത്താൻ കഴിയില്ല. ഒരിക്കലും കഴിയും, ഇവിടെ എത്താൻ കിട്ടില്ല. കോണ്ടാക്ട് ഇല്ല, ആൾക്കാരെ എത്ര കിട്ടില്ല. അപ്പൊ എന്താ വെച്ചാൽ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രീസിലെ ഒരു ആൾക്കാരൊക്കെ എനിക്ക് പരിചയമുണ്ട്. ആക്ടേഴ്സ് അല്ല പറയുന്നത്, ബിഹൈൻഡിലുള്ള ആൾക്കാരെ കൂടുതൽ എനിക്ക് പരിചയമുണ്ട്. എന്ന് വെച്ചാൽ അവരാണ് സിനിമേന്റെ സൃഷ്ടാക്കൾ, ആക്ടേഴ്സ് അല്ല. ആക്ടേഴ്സ് അഭിനയിക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലൊരു കോണ്ടാക്ട് എനിക്ക് വെച്ച് പുലർത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് പ്രതീക്ഷയുണ്ട്, എന്റെ ഈ ഒരു രൂപത്തിനും ഭാവത്തിനും അനുസരിച്ചുള്ള കഥാപാത്രം നല്ല രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായും എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിശ്വാസം. ഇപ്പം ദാസേട്ടൻ അന്ന് മുതലേ ബോഡി ഭയങ്കരമായിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഈ തിരക്കുകളുടെ ഇടയിലൊക്കെ ഇതൊക്കെ പറ്റാറുണ്ടോ? എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്യാറുണ്ട്, സമയം കിട്ടുമ്പോ എക്സസൈസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച കാണിക്കാറില്ല. ഇപ്പൊ അത്രയും കളിയാക്കിയിരുന്ന സമയത്തുണ്ടല്ലോ, ആളുകളൊക്കെ അത്രയും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എന്താ പറയാ കമന്റ് ബോക്സ് ഒക്കെ നിറച്ചെഴുതിയിരുന്ന ഒരു സമയത്ത് ദാസേട്ടന്റെ വൈഫൊക്കെ എങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത്? ആ സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ പിന്നെ ചേട്ടാ വേണ്ട വീഡിയോസ്? അല്ല, വൈഫിന് ഒരു ഭർത്താവിനെ കുറ്റം പറയുമ്പോ ഭാര്യക്ക് അങ്ങനെ സഹിക്കാനാവില്ല. അവള് പറയാറുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ പിന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ അവർക്ക് പൂർണ്ണമായി മനസ്സിലായി ദാസേട്ടൻ കോഴിക്കോട് ആക്ടിങ് ആക്ടറാണ്. അയാളുടെ ജോലി KCB ഉദ്യോഗസ്ഥൻ കൂടാതെ ആക്ടിങ് കൂടി ചെയ്യുന്ന ആളാണ്. എന്റെ വൈഫിനെ ഇപ്പൊ പൂർണ്ണമായിട്ട് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ഞാൻ സിനിമകളിൽ നേരത്തെ പറഞ്ഞ സിനിമകളിൽ അഭിനയിക്കാനും ഡയറക്ടർ എന്നോട് പറയാണ്, ദാസേട്ടൻ നിങ്ങളെ ഒരു റേപ്പ് സീൻ ഉണ്ട് ദാസേട്ടൻ നിങ്ങൾ ചെയ്യുന്നതാണ്. അയ്യോ സാറേ എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. പറഞ്ഞാൽ യു മേ ഗോ, അടുത്ത ആളുണ്ട് വരാൻ. കഥാപാത്രം ആവാൻ പറഞ്ഞ കഥാപാത്രമാവും. അത് ഏത് സീനാണ് നമ്മൾ ചെയ്യാൻ താല്പര്യമാണ്. ഇപ്പൊ പ്രൊമോഷൻ ഒക്കെ കിട്ടാൻ പോവാണല്ലേ ദാസേട്ടൻ എന്താ പറയാ ഭയങ്കര സന്തോഷത്തിന്റെ ഒരു ഒഫീഷ്യലാണോ പറയുന്നത്? പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞു. പ്രൊമോഷൻ കിട്ടി. അപ്പൊ ചെലവെന്നാണ്? ചെലവൊക്കെ ഉണ്ടാവും. എങ്ങനെ പോകുന്നു? എന്താ പറയാ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? അവിടെയൊക്കെ എങ്ങനെ അവരൊക്കെ എങ്ങനെ എന്താ പറയാ പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യമൊക്കെ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നോണ്ടിരുന്ന സമയത്ത് ചേട്ടൻ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ വർക്കിംഗ് ആണ്. അപ്പോ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തായിരുന്നു ആ സമയത്ത്? ഞാനിപ്പം KCB സീനിയർ സൂപ്രണ്ടായിട്ട് തിരുവമ്പാടി സെക്ഷനിലെ വർക്ക് ചെയ്യുന്നത്. തിരുവമ്പാടി എന്ന് പറഞ്ഞാൽ മലയോര മേഖലയാണ്, കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖല. അപ്പം നല്ല സപ്പോർട്ടാണ്. എന്താ ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ച്, ഒരു KSCB സംബന്ധിച്ച് ഏറ്റവും താഴെ കിടക്കുന്ന KSCB ഓഫീസാണ് സെക്ഷൻ ഓഫീസ്. സെക്ഷൻ ഓഫീസിലാണ് പൊതുജനങ്ങളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ, കറണ്ട് ബില്ല് അടയ്ക്കുക, അപ്പം അവരെ പരാതികൾ പരിഹരിക്കുക. അപ്പം അതിന്റെ ഒരു ഹെഡ്, ഒരു റവന്യൂവിന്റെ ഹെഡായിട്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് KSCB ഇത്ര ഏറ്റവും ചെറിയൊരു സെക്ഷൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അതിന് മുമ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഈ സെക്ഷൻ ഓഫീസ് കൺസ്യൂമേഴ്സ് പരാതി വരുന്ന സമയത്ത്, സാറേ എന്റെ ഈ ബില്ല് ഇങ്ങനെ കൂടി, ഇത് ഇവിടെ നിങ്ങള് റീൽസ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ? അപ്പൊ ഞാൻ റീൽസ് ചെയ്യുന്ന ആളാണ് അവിടെ. റീൽസ് ചെയ്യുന്ന ആളാണ്, നിങ്ങളെ കറണ്ടിന്റെ ബില്ല് ഞാൻ കുറച്ച് തരട്ടോ. ഞാൻ ഒരിക്കലും പറയാം അവിടെ എന്ത് ചെയ്യണം? അതെ പറയൂ, റീൽസ് ചെയ്യുന്ന ആളാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച്. എന്താ വെച്ചാൽ നമുക്കൊരു ഉത്തരവാദിത്തം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനോട്. ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം നമ്മൾ തീർച്ചയായും നിർവഹിക്കും. കറണ്ടിന്റെ പൈസ അടയ്ക്കാത്ത ആൾക്കാരുടെ ഡിസ്കണക്ഷൻ ഡേറ്റ് 20-ാം തീയതി ആണെങ്കിൽ 20-ാം തീയതി വിളിച്ച് 21-ാം തീയതി ഫീസ് വരും. അത് നമ്മുടെ ജോലിയാണ്. അവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ദാസേട്ടനാണ് സിനിമ എന്ന് പറഞ്ഞാൽ അതൊന്നും തന്നെ അതിന് യാതൊരു മാറ്റമില്ല. നമുക്ക് ജോലി മുഖ്യം പിക്കിലേ, അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളുള്ളൂ. ഇപ്പൊ ദാസേട്ട ആദ്യമൊക്കെ ദാസേട്ടന് അഭിനയമോഹമായിട്ട് നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പോഴും ദാസേട്ടന് അഭിനയിക്കാനുള്ള ഇതുണ്ടെങ്കിലും ഇപ്പൊ കുറച്ച് കോണ്ടാക്ട്സ് അധികം ഉണ്ട്. ആദ്യമൊന്നും അതില്ലായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ആരെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ടോ? അല്ലെങ്കിൽ ഇന്ന വേഷം തരാം, ഇന്ന എത്ര പൈസ തന്നാൽ നമുക്ക് സെറ്റാക്കാൻ ദാസേട്ടാ, അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും. അതായത് തുടക്ക സമയത്ത് ധാരാളം ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ഞാൻ സംവിധായകനാണ്, ഇന്നാളാണ്, നിർമ്മാതാവാണ്. അല്ല, നിർമ്മാതാവ് വിളിച്ചിട്ടില്ല, നിർമ്മാതാവ് വിളിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. സംവിധായകനാണ്, ക്യാമറമാനാണ്, നിങ്ങൾക്ക് നല്ല റോള് പറഞ്ഞിട്ട്. അന്ന് എന്നെ പോലത്തെ അഭിനയമോഹികളൊക്കെ ധാരാളം പെട്ടുപോയി, ഞാനും പെട്ടുപോയിട്ടുണ്ട്. പക്ഷെ പൈസ ഇതുവരെ കൊടുക്കേണ്ട അവസ്ഥ വന്നില്ല. പൈസ കൊടുക്കേണ്ട ഘട്ടം വരെ എത്തിയിരുന്നു. 50,000 റുപ്പീസ് നിങ്ങൾ ആ ഘട്ടം വരെ എത്തിയിരുന്നു. പിന്നെ എന്റെ വൈഫ് എന്നെ സഹായിച്ചില്ല പറയാലോ. വൈഫിന് എന്താ വെച്ചാൽ കൂടുതൽ നല്ല ഒരു ചിന്താശേഷി കുറച്ച് കൂടുതൽ കൊടുത്തത് എന്റെ വൈഫ്. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആലോചിക്കും. ദാസേട്ടങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി. ആ കാലത്തേക്ക് വൈഫ് ധാരാളം എന്നെ സഹായിച്ചിട്ടുണ്ട്, ധാരാളം. അപ്പം അങ്ങനെ അവരെ പെട്ടുപോയിട്ടില്ല. പക്ഷെ ഓരോരുത്തരുടെ വർത്തമാനത്തിൽ നമ്മൾ വിശ്വസിച്ച് പോയിട്ടുണ്ട് പല കേസുകളൊക്കെ. പക്ഷെ ഇപ്പം പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് കാര്യങ്ങൾ അറിയാം. എന്തെങ്കിലും സിനിമേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ കഥയും കാര്യങ്ങളും എന്താ കാര്യങ്ങളൊക്കെ പറയട്ടെ, വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പൊ പുതിയ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഏതൊക്കെ പറയാറായോ? പുതിയത് ഈസ്റ്റർ റിലീസിങ് ബിബിൻ ജോർജിന്റെ അപൂർവ പുത്രന്മാർ, ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഞാൻ
ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 2 വ്യക്തികളാണ്. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇവരെ കൂടെ തന്നെ അഭിനയിക്കാൻ പറ്റിയ സിനിമ. അവർ നല്ലൊരു ക്യാരക്ടറാണ് സിനിമ കിട്ടിയത്. 2 ആളെ കൂടെ അഭിനയിക്കാൻ പറ്റി. ആ സിനിമയിലൊരു പ്രധാനപ്പെട്ട ട്വിസ്റ്റിനൊക്കെ ചെയ്ത ഒരു ക്യാരക്ടറാണ് എൻ്റെ. വരാൻ പോകുന്നുള്ളൂ, കൂടുതൽ ബാക്കി അവർ പറയും. പിന്നെ ഒടിയങ്കം എന്ന് പറഞ്ഞ മൂവിയാണ്, അതിൽ വില്ലൻ ക്യാരക്ടറാണ്. അടിപൊളി. ഒടിയങ്കം ആഗ്രഹിച്ച പോലെ അതൊരു എനിക്ക് തോന്നുന്നു 2 വില്ലന്മാരിൽ ഒരു വില്ലനാണ്. രണ്ട് സമയമുണ്ട് സിനിമയ്ക്ക്. അതായത് പഴയ കാലഘട്ടം, പഴയ കാലഘട്ടത്തിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നത്. അത് നല്ലൊരു പ്രതീക്ഷയുള്ള മൂവിയാണ്, അവാർഡിനൊക്കെ പോകാൻ സാധ്യതയുള്ള മൂവിയാണ്. ആ 2 മൂവീസാണ് ഇറങ്ങാനുള്ളത്. കൂടെ തന്നെ സിനിമയിൽ ഒരു ചെറിയ വേഷം കിട്ടിയിട്ടുണ്ട്. അത് ഷാഫി എപ്പിക്കാട് അതിന്റെ ഡയറക്ടർ. അപ്പൊ അത് ത്രൂ ഔട്ട് നമ്മളെ ചെറുപ്പക്കാരുടെ സിനിമയാണ്. ചെറുപ്പക്കാരെന്ന യോയോ ചെക്കന്മാരുടെ സിനിമയാണ്. കാര്യമായിട്ട് വലിയ ആൾക്കാർക്ക് അത് വേഷങ്ങളില്ല. പക്ഷെ പുള്ളി എന്നെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അപ്പൊ അതിന്റെ KSRTC കണ്ടക്ടർ വേഷം, അതിന്റെ ആ ഒരു പാട്ട് സീൻ ഉണ്ട്. KSRTC ബസ് എന്നൊരു പാട്ട് സീൻ ഉണ്ട് ത്രൂ ഔട്ട്. അപ്പം അതിലൊരു ഇൻവോൾവ്മെന്റ് കണ്ടക്ടറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ 3 സിനിമയാണ് ഇപ്പൊ ഇറങ്ങാനുള്ള സിനിമകൾ. ദാസേട്ടന്റെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ തങ്കമണി എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത്. ദിലീപേട്ടനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എന്നെ സംബന്ധിച്ച എന്തോ നിർഭാഗ്യവശാൽ തങ്കമണി സിനിമ അത്ര ഓടിയിട്ടില്ല. ചെറിയൊരു ഫ്ലോപ്പ് വന്നു ഈ പടത്തിന്. ആ ഒരു ഇടിവ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും എന്നെ പോലത്തുള്ള പുതിയ ആൾക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിയാണ്. പക്ഷെ ദിലീപേട്ടന്റെ കൂടെ അഭിനയിച്ച സമയത്ത് എന്താ വെച്ചാല് ഒരു ഫ്രീ ആണ്, നമ്മളൊരു ഏട്ടൻ. ആ ഒരു തോന്നൽ നമുക്കുള്ളൂ. വലിയ സിനിമ നടന്നുള്ള തോന്നലൊന്നും പുള്ളി ഇടവരുത്തൂല. പുള്ളി അത്രയും നമ്മളോട് ക്ലോസ് ആയിട്ട് കൂടെ നിൽക്കുക, അഭിനയിക്കുക. ഞാനിപ്പോൾ ലാസ്റ്റ് ചാലക്കുടിയിൽ ഞങ്ങളെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി, ഞങ്ങളെ കൂട്ടായ്മ, അതിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ. അപ്പൊ അതിന്റെ ഒരു മെഗാ ലോഞ്ചിങ്, ഞങ്ങളെ പുതിയ സിനിമ ക്രിക്കറ്റിനെ ആസ്പദമാക്കിയാണ് ഞങ്ങളെ സിനിമ. അപ്പം അതുപോലെ തന്നെ റാഫേൽ പ്രൊഡക്ഷനാണ് ഞങ്ങളെ സഹകരിക്കുന്നത്. ഞങ്ങളെ അദ്ദേഹത്തിന്റെ ഓഫീസ്, പ്രൊഡക്ഷൻ ഓഫീസ്. അതുപോലെ തന്നെ സഞ്ജു സാംസണായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രിക്കറ്റിന്റെ അക്കാദമി പോലെ കാര്യം കൂടി അവിടെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഈ ഒരു 3 പരിപാടിയുടെ മെഗാ ലോഞ്ചിങ്, ടൊവിനോ, ബേസിൽ, ദിലീപേട്ടൻ, സഞ്ജു സാംസൺ, 4 ഹൈ സെലിബ്രിറ്റികൾ വന്നൊരു പ്രോഗ്രാം ഈ കേരളക്കലിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല, ഞാൻ മനസ്സിലാക്കുന്നത്. ആ 4 ആൾക്കാർ ഒരു ഓപ്പൺ സ്റ്റേജാണ്, ആലോചിക്കണം. ഇൻഡോർ പരിപാടിയിൽ ഓപ്പൺ പരിപാടിക്ക് അത്രയും കൺജസ്റ്റഡ് ആൾക്കാരെ സറൗണ്ടിങ്സിൽ ഈ 4 സെലിബ്രിറ്റികൾ ഞങ്ങളെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ പരിപാടി പങ്കെടുത്തു. ഉദ്ഘാടനം കഴിഞ്ഞു. പുതിയ സിനിമേന്റെ കാര്യം തീരുമാനമായി കഴിഞ്ഞു. അതിലൊരു ക്യാരക്ടർ ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പം അത് ഏപ്രിലാണ് ഷൂട്ടും കാര്യങ്ങളും തുടങ്ങുക. റാഫേൽ പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്. സീക്രട്ട് ഏജന്റ് സായിയാണ് ഞങ്ങളെ സെക്രട്ടറി, ഞങ്ങളെ സംഘടന സെക്രട്ടറി. അപ്പം അതൊരു ഞങ്ങളൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മേന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് വലിയ സന്തോഷം. ഞങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു വേദിയാണത്. അതായത് യൂട്യൂബ്, നമ്മളെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, മൊത്തം സോഷ്യൽ മീഡിയന്റെ ഒരു കൂട്ടായ്മ. ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ കാര്യം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ആള് എന്താ പറയാ, ചില സിനിമകൾക്ക് എതിരായിട്ട് ഇപ്പൊ മാർക്കോന്റെ ഒരു വിവാദത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. മനഃപൂർവ്വം അങ്ങനെ ഒരു എന്താ പറയാ നെഗറ്റീവ് റിവ്യൂ പറയുന്നു എന്നുള്ള രീതിയിൽ. പേഴ്സണലി അടുത്തറിയുന്ന ഒരാളാണ്. എന്താ ദാസേട്ടൻ ഒരു സിനിമയിൽ അഭിനയിച്ച എന്താ പറയാ സിനിമയായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ദാസേട്ടൻ എങ്ങനെയാ ഫീൽ? ഞാൻ ഇൻഫ്ലുവൻസേഴ്സിന്റെ കൂട്ടായ്മയിൽ ഭാഗമാണെങ്കിലും സിനിമ ഡിസ്കഷൻസ് ഇവരായിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ട്. ഞാൻ പോകുന്ന മേഖലയാണ് സിനിമ. അതിന് അവര് പറഞ്ഞ ശരി, അവര് പറഞ്ഞ തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ പോകുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് ആ സിനിമ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് അവരവരെ ജോലി ചെയ്യുന്നു, അവരെ യൂട്യൂബ് ചാനൽ അവരവരെ ജോലി ചെയ്യുന്നു, അത്രമാത്രം. അതിനെ പറ്റി എന്നോട് ചോദിക്കരുത്. എനിക്ക് മനസ്സിലായി, അതിലേക്ക് ഞാൻ കടക്കില്ല. എനിക്ക് സിനിമയാണ് വരുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ദാസേട്ടാ ഇപ്പൊ ഒരുപാട് സന്തോഷം. എന്താ പറയാ, ഈ തിരക്കിന്റെ ഇടയ്ക്കാണ് വന്നത്. നമ്മള് വിളിച്ചപ്പോ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ദാസേട്ടന്റെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ്. ഓടി വന്ന് ഓടി പോകുന്ന ഒരു അവസ്ഥയിലാണ് ദാസേട്ടനെ കിട്ടിയത്. ദാസേട്ട ഒരുപാട് സന്തോഷം. അതെ, കുറച്ച് നാളുകൾക്ക് ശേഷം കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാം. അപ്പൊ ഇനി അടിപൊളി പടങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പടങ്ങള് ഷൂട്ട് 1-2 ഒരു തമിഴ് പടത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ച് വരുന്നു. തമിഴ് പടം. അപ്പൊ തമിഴ്നാട്ടിലേക്കും കൂടി പോവാണ്. ഇനി ദാസേട്ടൻ കിട്ടുമോ? ദാസേട്ട ദൈവം സഹായിച്ചിട്ട് എന്താ അറിയില്ല, ഒക്കെ ഒരു പ്ലാനിങ് ആണ്. അതായത് പടം ഒക്കെ തീരുമാനമായി, ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും. വെട്രിയാണ് അതില് നായകൻ എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അഭിനയിക്കാൻ അവസരം കിട്ടില്ല, നമുക്ക് വില്ലൻ ക്യാരക്ടറാണ്. ഒക്കെ തീരുമാനം ആയിക്കൊണ്ടിരിക്കുന്നു. ഈ തമിഴിലേക്ക് എങ്ങനെയാ എൻട്രി കിട്ടിയത്? തമിഴില് ഒരുവിധം ബിഹൈൻഡ് ക്യാമറ ചെയ്യുന്ന ആൾക്കാരൊന്നും തമിഴന്മാരല്ല, മലയാളികൾ ധാരാളമുണ്ട്. പിന്നെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, മലയാളികൾ പറയും. അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്.
അവര് വിളിക്കുന്നു എന്താ വെച്ചാൽ നമ്മളെ ലുക്കും കാര്യങ്ങളെ ഈ സംഗതിയൊക്കെ തമിഴ്മാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും അല്ലേ. ഒരു കൂടുതൽ വില്ലലിസം വരുന്ന സാറാണ് അവര് പറഞ്ഞു. തമിഴ് ഡയറക്ടേഴ്സ് എന്നെ വിളിച്ച സമയത്ത് ഉങ്ക പ്രമാദമായിരിക്കും, ഉങ്ക താടി സൂപ്പർ ആയിരിക്കും, അങ്ങനെ എന്നെ സംസാരിച്ചിരുന്നു. ആയിരിക്കാം അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും. ഇപ്പൊ ലുങ്കിയെ കൊടുത്തു കഴിഞ്ഞാലേ പക്ക ഒരു വൃത്തികെട്ട വില്ലനായിരിക്കും അഭിനയിക്കാനായിരിക്കും. ഏത് ക്യാരക്ടറാണ് നമ്മൾ എടുക്കും. ഇപ്പൊ ദാസേട്ടൻ മറ്റെന്താ പറയാ മീശ പിരിച്ചിട്ട് അങ്ങനെ നമ്മളിപ്പോ അധികം കാണാറില്ല. എനിക്ക് റീൽസിലൊക്കെ നമ്മള് ഇതൊക്കെ കാണാറുണ്ട്. ഈ വില്ലന്റെ ഭാഗമായിട്ടാണോ മീശയൊക്കെ പിരിച്ച്? മീശ പിരിച്ച് ചേച്ചിക്ക് ഇഷ്ടമാണോ മീശ പിരിക്കുന്നത്? മീശ പിരിച്ച് ഇഷ്ടമല്ലാത്ത പെണ്ണുങ്ങൾ ആരാണ്? താടി വെക്കുന്നതാണ് ഹീറോയിസ് അല്ല, ഒരു എന്താ പറയുക, ഹീറോയിസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ലേഡീസ് കൂടുതൽ. ഞാൻ എന്നോട് എത്രയോ ലേഡീസ് റൊമാൻസ് വീഡിയോ ചെയ്യുമ്പോൾ എത്രയോ എന്റെ സുഹൃത്തുക്കളായ ലേഡീസ് വിളിച്ചു പോയി, ദാസേട്ടാ നിങ്ങൾ വില്ലനായിട്ട് എന്താ ചെയ്യും? അത് റൊമാൻസ് ചെയ്തതിനോട് അസൂയനെ കൊണ്ട് പറയാണോ എനിക്കറിയില്ല. അല്ല നിങ്ങൾ വില്ലനായി ചെയ്ത് അടിപൊളിയായിരിക്കും. ഇപ്പൊ എന്താ പൗരുഷത്തിന്റെ പ്രതീകം. എന്റെ വൈഫിന് അതാ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് നേരത്തെ താടി വടിച്ചിട്ട് കുറച്ച് ഗെറ്റപ്പിലൊക്കെ അത് നമ്മളെ മിന്നൽ മുരളിയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി ബേസിൽ ചെയ്ത അതില് താടി വടിച്ചുള്ള ക്യാരക്ടറായിരുന്നു. ഇപ്പൊ ഈ വൈഫിന് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഇങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇപ്പം കുട്ടികളെ പറ്റി പറഞ്ഞു, ഫാമിലി ഒന്ന് പറയൂ, ഫാമിലിനെ പറ്റി. വൈഫ് ടീച്ചറാണ്, 3 പിള്ളേര്, മൂത്ത മോൻ +1 പഠിക്കാണ്. ഇടയ്ക്കിടക്കൊക്കെ ആദ്യമൊക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു കുട്ടികള്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറവാണ്. എന്താ വെച്ചാൽ ഒന്നാമത് തിരക്കല്ലേ, +2 പഠിക്കുന്ന പയ്യനാ, അവൻ നല്ല പഠിക്കണം. അപ്പൊ അവരെന്താണ് അങ്ങനെ അവരെ അധികം കൂട്ടാറില്ല എന്നാണ് സത്യം. എന്താ വെച്ചാൽ അവരെ സ്റ്റഡി കാര്യങ്ങൾ ആ വഴിക്ക് നടക്കട്ടെ. പിന്നെ രണ്ടാമത്തെ മോൻ 6ാം ക്ലാസ്സിൽ, മകള് 2ാം ക്ലാസ്സിൽ. മൂത്ത മോനെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവരൊക്കെ അച്ഛൻ എന്റെ വീഡിയോസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനും മകൻ എന്നോട് പറയാം. പിന്നെ മകനോട് പറയാറുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അച്ഛൻ മാർക്കോ ഞാൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് റീമേക്ക് ചെയ്ത്, അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ മേക്ക് ഓവർ ഒക്കെ അടിപൊളിയായിരുന്നു പറഞ്ഞു. ഇപ്പം ഈ വീഡിയോ വന്ന ആ സമയത്ത്, ഈ വിവാദം ആയിരിക്കുന്ന സമയത്ത്, ഇപ്പം +2 പഠിക്കുന്ന ഒരു മോനാണ്, അവരെന്തായാലും ഇങ്ങനെ ഡിസ്കസ് ചെയ്യും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ മോൻ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ട്? മോൻ പറഞ്ഞു നന്നായിട്ടുണ്ട് അച്ഛാ, ആ ചേച്ചി ഇങ്ങനെ ചേച്ചിമാരൊക്കെ പുതുതാരിലേക്ക് വരണം, വീട്ടിലിരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന നന്നായിട്ടുണ്ട്, അച്ഛൻ ചെയ്യുന്നത് നന്നായിട്ടുണ്ട്, ചേച്ചിനോട് എന്റെ അന്വേഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ചെയ്തതിൽ വെച്ച് റീൽസിൽ ഇങ്ങനെ ഓരോ റീക്രിയേഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഫിലിമിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനകത്ത് ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീഡിയോ തന്നെയാണ്. കാരണം ഇതൊരു 7.5 മില്യൺ കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്കൊരു റീൽസ് ഷേപ്പ് അല്ലാതെ നമ്മളെ ഹൊറിസോണ്ടൽ ഷേപ്പിലെടുത്ത് ശ്രദ്ധിച്ചിരുന്ന വീഡിയോ, മൊബൈൽ ചരിച്ചു ആ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ എടുത്ത സാധനം. ബാക്കി റീൽസിന് സിനിമാറ്റിക് സ്റ്റൈൽ അല്ല. അപ്പൊ അയാളെ ക്യാമറാമാന്റെ എഫക്ട് ഉണ്ട്. ടിബിന്റെ നമ്മൾ അസാധ്യമായിട്ട് അവന്റെ കൂടെയുള്ള 1-2 പയ്യന്മാരുണ്ട്, എഡിറ്റർ ഉണ്ട് അമൽജിത്ത്, സുബിൻ, ഇവരെല്ലാരും പക്ക അടിപൊളി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റീലാണ്. പിന്നെ രസതന്ത്രത്തിന്റെ റീൽസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ റീമേക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോ 1-2 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? എനിക്ക് ഫഹദ് ഫാസിലിന്റെ ഒരു ചെയ്യണം എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. നേരത്തെ ഒരു ഫഹദിന്റെ ഒരു ഗെറ്റപ്പ് ഉണ്ടെന്ന് എല്ലാരും വന്ന് കമന്റ് ചെയ്യും. അതാണ് ഫഹദിനെ എപ്പോഴും ഫഹദിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫഹദിന്റെ ചെയ്യാൻ റീൽസിന്റെ പേര് എപ്പം പറയുന്നില്ല, ആ പറഞ്ഞ വേറെ ആരുടെ അടുത്ത് ചെയ്താലോ ഞാൻ പറയുന്നില്ല. ഫഹദിന്റെ സാധനം ഒന്ന് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അതിന്റെ ക്യാമറമാനൊക്കെ റെഡിയാണ്. അപ്പൊ എന്റെ സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ ചെയ്യുന്നത്. എന്നോട് മാത്രം പറയാം, അത് പറയാം, ക്യാമറ കട്ട് ചെയ്തിട്ട് പറയാം. ശരി, അപ്പൊ ഒരുപാട് വീഡിയോസ് ഒക്കെ വരട്ടെ.